നെടുമ്പനം പഞ്ചായത്തുകാർ ചെയ്തൊരു ചെയ്ത്ത് കാണുന്നു. ഇതാണ് സംഭവം. കൊല്ലത്ത് MLA അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ നിഷേധിച്ച് നെടുമ്പന പഞ്ചായത്ത് ഭരണസമിതി പരിപാലനത്തിന് പണമില്ല എന്ന കാരണം പറഞ്ഞാണ് 8 സ്ഥലത്തേക്ക് അനുവദിച്ച ലൈറ്റുകൾ നിഷേധിച്ചത്. ഭരണസമിതി യോഗത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. പ്രാദേശിക ഇടങ്ങളിൽ ജനങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ അനുവദിക്കുക. ഇതേ തുടർന്നാണ് കൊല്ലം കുണ്ടറ MLA PC വിശ്വനാഥ് നെടുമ്പന പഞ്ചായത്തിലേക്ക് 8 ഹൈമാസ്റ്റ് ലൈറ്റുകൾ അനുവദിച്ചത്. എന്നാൽ നിലവിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ അടക്കം തകരാറിലായത് നന്നാക്കുന്നതിന് ഭീമമായ തുകയാണ് ചെലവാകുന്നതെന്നാണ് ഭരണസമിതിയുടെ യോഗത്തിൽ പറയുന്നത്. ഒരു ചട്ടം എന്നുള്ള നിലയ്ക്ക് ഭരണഘടനാപരമായിട്ടുള്ള അനുവാദം നൽകുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമാണ് ഈ പഞ്ചായത്തിനുള്ളത്. പക്ഷേ മനഃപൂർവ്വം MLAയുടെയും MPയുടെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്ന, വെളിച്ചത്തെ ഭയപ്പെടുന്ന ഒരു ഭരണകൂടമായി ഈ നെടുമ്പനയിലെ ഗ്രാമപഞ്ചായത്ത് ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഭരണകൂടത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നടത്തും. പഞ്ചായത്തിലെ പോർക്കുളം പ്രദേശം, പുലീല മജിസ്ട്രേറ്റ് ജംഗ്ഷൻ, ഭഗവാൻ മുക്ക, റിഫായി മജിസ്ട്രേറ്റ് മുക്ക്, പുലീല, ഗാദരിയ മജ്ലിസിന് സമീപം, കുളപ്പാടം, മലവയൽ തൈക്കാവ് ജംഗ്ഷൻ, ഹെൽത്ത് സെൻ്ററിന് മുൻവശം എന്നിവിടങ്ങളിലാണ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ അനുവദിച്ചത്. MLAയുടെ വികസനം നാട്ടിൽ വരുന്നതിനെ പഞ്ചായത്ത് എതിർക്കുകയാണെന്നും ഭരണസമിതി രാഷ്ട്രീയം കളിക്കുകയാണെന്നുമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആരോപണം. ആരോടാണ് ഈ വാശി തീർക്കുന്നത്? ജനക്ഷേമത്തിന് വേണ്ടി സർക്കാർ ഓരോ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ പഞ്ചായത്ത് രാഷ്ട്രീയം കളിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് നെടുമ്പന പഞ്ചായത്തിലെ ഈ സംഭവം. നമുക്കിപ്പം ദിലീപ് ദേവസ്യ ചേരുന്നു. ദിലീപ് ദേവസ്യ, ഈ നെടുമ്പന പഞ്ചായത്തിന് എന്താണ് ഇത്ര കലിപ്പ് MLAയുടെ ഹൈമാസ്റ്റ് ലൈറ്റിനോട്? ഡോക്ടർ അരുൺകുമാർ, ഈ കുണ്ടറ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഈ കൊല്ലത്തെ സംബന്ധിച്ച് 7 പാർലമെൻറ്റ് മണ്ഡലത്തിൽ കുണ്ടറയിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് NK പ്രേമചന്ദ്രന് കിട്ടിയത്. അങ്ങനെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ CPMനെ സംബന്ധിച്ച്, LDFനെ സംബന്ധിച്ച് വലിയൊരു അഭിമാനത്തിന് ക്ഷതം സംഭവിച്ച ഒരു സ്ഥലമാണ്. അവിടെയാണിപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ MLAയുടെ വികസനങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത്. അങ്ങനെ MLAയുടെ ഓരോ വികസനങ്ങൾ വരുന്നതിനനുസരിച്ച് തങ്ങൾക്കൊരു മങ്ങൽ സംഭവിക്കുമോ എന്നൊരു തോന്നലായിരിക്കും. പക്ഷേ ജനങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് അവർക്ക് അവിടെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ അനുവദിച്ചത്. അദ്ദേഹം നമ്മുടെ MLA ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് 8 ഇടങ്ങളിൽ ഹൈമാസ്റ്റ്, മിനി മാസ്റ്റ് ലൈറ്റുകൾ അനുവദിച്ചത്. ആ സ്ഥലങ്ങളിൽ അനുവദിച്ചപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്നപ്പോൾ കണ്ടെത്തിയ തീരുമാനം മുമ്പുണ്ടായിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകൾ നന്നാക്കുന്നതിനും അതിന് കറണ്ട് ബിൽ അടയ്ക്കുന്നതിനും ഭീമമായ തുകയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിലവാകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള 8 ഹൈമാസ്റ്റ് ലൈറ്റുകൾ വേണ്ട എന്ന് അറിയിച്ചുകൊണ്ട് കത്ത് നൽകിയിരിക്കുകയാണ്. ഇവിടുത്തെ ഇലക്ട്രിക് എഞ്ചിനീയറിന് കത്ത് നൽകിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ, അതായത് ഇവർ നൽകുന്നത് ഹൈമാസ്റ്റ് ലൈറ്റുകൾ നൽകിയ ജംഗ്ഷനുകൾ, അമ്പലത്തിന് മുൻപിൽ, പള്ളിയുടെ മുൻപിൽ, മിനാരങ്ങളുടെ മുന്നിൽ, അത്തരങ്ങൾ ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ ഈ രാത്രി സമയത്ത് വെളിച്ചം പകരുന്നതിനാണ് ഇത്തരത്തിൽ ലൈറ്റുകൾ MLA അനുവദിച്ചത്. പക്ഷേ ഇത് വേണ്ട എന്നാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ യോഗത്തിൽ തീരുമാനമെടുത്തത്. പക്ഷേ ഇതിൽ ഏറ്റവും പറയേണ്ടത് ജനങ്ങൾ MLAക്ക് നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പഞ്ചായത്ത് മറന്നിരിക്കുന്നത്. പഞ്ചായത്തിന് ഇപ്പോഴും പണമില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വികസനം അല്ലെങ്കിൽ ലൈറ്റ് കൊണ്ടുവരുന്ന കാര്യത്തെ മുടക്കിയിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ നൽകിയിരിക്കുന്ന നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ MLA അനുവദിച്ചിരിക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകൾ എന്തുകൊണ്ടാണ് പഞ്ചായത്ത് വേണ്ടെന്ന് വയ്ക്കുന്നത്? സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ്. എൻ്റെ പൊന്നു പഞ്ചായത്ത് പ്രസിഡന്റ്, ആ ഇരുള് വീണ് കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് കുറച്ച് വെളിച്ചം വരുന്നതിന് നിങ്ങൾ എത്ര ബുദ്ധിമുട്ടുന്നത്? നാട്ടുകാർ പൈസ വരും, അവരോട് ചോദിച്ചാൽ മതി. അതിന് ദയവ് ചെയ്ത് നിങ്ങൾ MLA മറ്റേ കക്ഷിയാണ്, ഈ കക്ഷിയാണ് എന്നതിൻ്റെ പേരിൽ അത് മുടക്കാൻ നിൽക്കരുത്. നാട്ടുകാരുടെ ആവശ്യമാണ്. ഇരുള് പരന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടാവണം. നമ്മുടെ കുട്ടികളും ആൾക്കാരും ഒക്കെ സഞ്ചരിക്കുന്നതല്ലേ വൈകുന്നേരങ്ങളിൽ, അവിടെയൊക്കെ പ്രകാശം പരക്കട്ടെന്ന്. എന്തിനാണിങ്ങനെ?